കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ സമയം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവിക സമാധാനവും ദൈവിക കൃപയും നിങ്ങളെ പതിയുമാറാകട്ടെ. സർവശക്തനായ ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വാഗ്ദത്തത്തിനകത്തേക്ക് തീർച്ചയായും കടക്കും. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സ്വപ്നം ദൈവത്തിൽ നിന്നും പ്രാപിച്ചു. ആ സ്വപ്നത്തിലേക്ക് ആ മനുഷ്യൻ കടക്കുന്നതിന് മുമ്പ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും ഒക്കെ നേരിട്ടു. പക്ഷെങ്കിൽ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ പ്രതിസന്ധിയെയും പ്രതികൂലങ്ങളെയും എല്ലാം അതിജീവിച്ച് സർവശക്തനായ യഹോവ പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് ജോസഫ് കടന്നു. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച സ്വപ്നത്തെ തൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ജോസഫ് പങ്കുവച്ചപ്പോൾ അവന് നേരിടേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവനോട് സമാധാനമായി സഹോദരങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. രണ്ട്, അവർ വിരോധമായി തിരിഞ്ഞു. മൂന്ന്, അവന് നേരെ അവർ ദുരാലോചന നടത്തി. അപ്പൊ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെ അല്ല ഈ സഹോദരങ്ങൾ ദുരാലോചന നടത്തിയതും അവർക്ക് സമാധാനം നഷ്ടപ്പെട്ടതൊന്നും ജോസഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെയല്ല. കാരണം 17 വർഷം ജോസഫ് ഇവരുടെ കൂട്ടത്തിൽ ജീവിച്ചപ്പോൾ നമ്മൾ അവിടെ കാണുന്നില്ല സമാധാനം നഷ്ടപ്പെട്ടെന്നും ദുരാലോചന നടത്തി എന്നൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ സർവശക്തനായ ദൈവത്തിൽ നിന്ന് അവൻ പ്രാപിച്ച വാഗ്ദത്തം കൈമാറിയപ്പോൾ അവനെതിരെ ഒരു കൂട്ടം തിരിഞ്ഞു. ഇതെന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പറയാറില്ലേ, എൻ്റെ കുടുംബത്തിന് വാഗ്ദത്തമുണ്ട്, എൻ്റെ തലമുറയ്ക്ക് വാഗ്ദത്തമുണ്ട്, എനിക്ക് വാഗ്ദത്തമുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മുടെ വാഗ്ദത്തങ്ങൾക്കെതിരെ ശത്രുവിന് ഒരു പോര് ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ വാഗ്ദത്തങ്ങൾക്കെതിരെ ശത്രു ദുരാലോചന നടത്തും എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷേ ഇവിടെ എത്ര ദുരാലോചന വെളിപ്പെട്ടാലും എത്ര സമാധാനം നഷ്ടപ്പെട്ടാലും അതിനെയെല്ലാം ജോസഫ് കീഴടക്കി സ്വർഗം കൈമാറിയ വാഗ്ദത്തത്തിനകത്തേക്ക് ജോസഫ് കയറി. അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. സഹോദരങ്ങളെ തേടി വന്ന ജോസഫിനെ ഈ സഹോദരന്മാർ കണ്ടപ്പോൾ സഹോദരന്മാർ പറഞ്ഞു, നമുക്ക് അവനെ കൊന്നുകളയാം, അവൻ്റെ സ്വപ്നം എങ്ങനെ നടക്കും എന്ന് നമുക്ക് കാണാം എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. വാഗ്ദത്തം ദൈവം നിനക്ക് തരുമ്പോൾ നിന്റെ വാഗ്ദത്തത്തെ ഉറ്റുനോക്കുന്ന ഒരു ദുരാത്മ മണ്ഡലമുണ്ട്. ഇന്ന് പകൽ നമ്മൾ അതിൻ്റെ ആ ആഴത്തിലേക്ക് നമ്മളൊന്ന് നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുവരണം. അപ്പം ഈ വാഗ്ദത്തത്തിനെതിരെ ദുരാലോചനകൾ വെളിപ്പെട്ടാലും അവർ കൊല്ലുന്നതിന് പകരം കുഴിയിലേക്ക് ഇട്ടപ്പോഴും ജോസഫ് പ്രതികരിക്കാൻ നിന്നില്ല. കാരണം ആരാണ് എനിക്ക് വാഗ്ദത്തം തന്നത് എന്നുള്ള ഒരു വിശ്വാസം, ഒരു ഉറപ്പുണ്ടായിരുന്നു. ഞാൻ പ്രാപിച്ച വാഗ്ദത്തത്തിൻ്റെ മേൽ ഒരു ഉറപ്പ്. കുഴിയിലിട്ടപ്പോഴും ജോസഫ് ഒന്നും മിണ്ടിയില്ല. മിദ്യാനിയർക്ക് വിറ്റപ്പോഴും ജോസഫ് ഒന്നും പറഞ്ഞില്ല, ഒരക്ഷരം പോലും മിണ്ടിയില്ല. കാരണം എനിക്കറിയാം എൻ്റെ ദൈവം ആരാണ് എന്നുള്ളത് എനിക്കറിയാം. ഞാനിത് ജോസഫിന്റെ ഭാഷയിലാണ് നിങ്ങളോട് സംസാരിച്ചത്. മിദ്യാനിയർക്ക് വിറ്റു, അവർ പോത്തിഫേറിന് വിറ്റു. പോത്തിഫേറിന്റെ ഭവനത്തിൽ വരുമ്പോൾ അവിടെ ഒരു ചേഞ്ച് ജോസഫിൽ നമുക്ക് കാണാൻ കഴിയും. ഈ പൊട്ടക്കണച്ചിൽ ഇട്ടപ്പോഴും മിദ്യാനിയർക്ക് വിറ്റപ്പോഴും ഒന്നും യഹോവ കൂടെ ഉണ്ട് എന്ന് നമ്മൾ കാണുന്നില്ല. പക്ഷെ പോത്തിഫേറിന്റെ ഭവനത്തിനകത്തേക്ക് വന്നപ്പോൾ ജോസഫിനോട് കൂടെ യഹോവ ഇരുന്നു. ആമേൻ. നീ ദൈവിക പദ്ധതിക്കകത്തേക്ക് കയറുമ്പോൾ ആ വാഗ്ദത്തത്തെ നിവൃത്തീകരിക്കേണ്ടത് വാഗ്ദത്തം തന്ന സർവശക്തനായ ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെ വാഗ്ദത്തത്തിനകത്തേക്ക് കയറും എന്ന് ചോദിച്ചാൽ, ഇത്രയും പ്രതിസന്ധികൾ ജോസഫിന്റെ ജീവിതത്തിൽ നടന്നപ്പോഴും ഒരക്ഷരം പോലും അവൻ മറുത്ത് സംസാരിച്ചില്ല. ക്ഷമയോടെ അവൻ പ്രാപിച്ച ദൈവിക വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു. അതുമാത്രമല്ല, സർവശക്തനായ ദൈവത്തിൽ വിശ്വസിച്ചു. എൻ്റെ സഹോദരങ്ങളെ, നമുക്കുമുണ്ട് ഒരു വാഗ്ദത്തം. മാനവരാശിക്ക് സർവശക്തനായ ദൈവം കൈമാറിയ ഒരു വാഗ്ദത്തമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ എൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ പോകുന്നത് സ്ഥലമൊരുക്കാനാ, ഞാൻ രണ്ടാമത് വന്ന് നിങ്ങളെയും ഞാൻ ചേർത്തുകൊള്ളും.
മാനവരാശിക്ക് യേശുക്രിസ്തു കൈമാറിയ വാഗ്ദത്തമാണ് പിതാവിൻ്റെ സന്നിധിയിൽ ഉള്ള വാസസ്ഥലത്ത് യേശു ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്തും എന്നുള്ളത്. ഈ ഒരു വാഗ്ദത്തം കൈമാറിയത് മുതൽ ദുരാലോചനകൾ നടത്തുന്ന ദുരാത്മ മണ്ഡലങ്ങളുണ്ട്. നിന്റെ നിത്യതയെ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ട്. നിത്യതയിലേക്ക് കടക്കാതെ വണ്ണം ചെടീക മോഹങ്ങളിട്ട് നിന്റെ നിത്യതയെ എന്നേക്കുമായി നശിപ്പിക്കുന്ന പൈശാചിക ആലോചനകളുണ്ട്. ഇന്ന് നമ്മളതിനെ തിരിച്ചറിയണം. നമുക്ക് ഒരു ഉറപ്പുണ്ടാവണം, എൻ്റെ യേശുവിനാൽ കഴിയാത്തതായി ഒന്നുമില്ല. യേശുവിൽ നമ്മൾ ആശ്രയിക്കുക, യേശുവിൻ്റെ വചനത്തിൽ നമ്മൾ ഉറയ്ക്കുക. മാനവരാശിക്ക് യേശു കൈമാറിയ വാഗ്ദത്തം അത് എൻ്റെ വാഗ്ദത്തമാണ്. നിത്യതയിൽ യേശുവിനോട് കൂടെ ഞാൻ വാഴും എന്ന് ഉറയ്ക്കുക, വിശ്വസിക്കുക, യേശുവിൻ്റെ സന്നിധിയിൽ കീഴ്പ്പെട്ടിരിക്കുക. സർവശക്തനായ ദൈവം തന്ന വാഗ്ദത്തത്തിലേക്ക് നിങ്ങളെ സ്വർഗം കടത്തും. God bless you.